ഹലോ ഗൈസ്, എന്നതാ പരിപാടി? തുടക്കത്തിൽ ഹലോ ഗൈസിന് വലിയ പവർ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരുപാട് പവർ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോഴല്ലോ ചുമ വരും. ഇതാണ് പ്രശ്നം. ഓക്കെ, അതുകൊണ്ട് കുറച്ച് ഞാൻ കയറിയിരിക്കാം. ശബ്ദം കുറച്ചുകൂടെ നിങ്ങൾക്ക് അടുത്ത് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലിപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ പോലെ തന്നെ, പക്ഷേ ഇന്നത്തെ പോലത്തെ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. വ്യത്യസ്തമായ രീതിയിലാണ്. ഇന്നത്തെ സാധനം നമ്മൾ കുറച്ചും കൂടി ഡാൻസ് കളിപ്പിക്കാനായിട്ടും കുറച്ചും കൂടെ ഒരു ഓളമെപ്പ് സാധനമായിരുന്നു. ഇതും ഓളമെപ്പൊക്കെ തന്നെയാണ്, പക്ഷെ ഇതിനൊരു കുറച്ചും കൂടി ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഇന്ന് എടുത്തേക്കുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലായൽ തറവേണം എന്നാണ്. അത് നെടുപുടിയോട് പാടിയ പാട്ടാണ് ആലായൽ തറവേണം എന്ന് പറയുന്നത്. എടുത്തേക്കുന്നത് ഒരു സിനിമയിൽ അത് പാടിയേക്കുന്നത് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ ആലായൽ തറവേണം എന്നുള്ള ലിറിക്സ് കേൾക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ അതൊരു എന്താ ഇമോഷണലി വേറെ രീതിയിൽ എനിക്ക് കണക്ട് ആവാറുണ്ട്. അപ്പോൾ ഞാൻ ആ തരത്തിലുള്ളൊരു സംഭവത്തിലേക്കാണ് എത്തിക്കാൻ നോക്കിയേക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നാടും വീടെല്ലാം വിട്ട് പോയി എവിടെയോ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം വേർപെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ തിരിച്ച് സ്വന്തം നാടിനെ പറ്റി ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന തരത്തിലുള്ളൊരു ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഗൃഹാതിവൃത്തം സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഇമോഷണൽ കണക്ഷൻ. അതാണ് ഞാൻ ആക്ച്വലി ഇതിലേക്ക് കൊണ്ടുവരുന്നത് നോക്കിയിട്ടുള്ളത്. ആലായൽ തറവേണം എന്ന് പറയുന്നത് പൊതുവേ നമ്മളിത് കേൾക്കുന്ന സമയത്ത് കുറച്ച് ഓളമെപ്പ് ഉണ്ട്. ഇതിനകത്ത് ആ ഒരു ഓളമെപ്പല്ല ഞാൻ കൊണ്ടുവന്നത്. ഇതിന് വേറൊരു പെർസ്പെക്റ്റീവിൽ വേറൊരു ഇമോഷനിലേക്കാണ് എത്തിക്കാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഓൾറെഡി ഈ സാധനം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഏബിൾട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഏബിൾട്ടൺ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു PDF ഫയൽ നമുക്ക് നേരെ ഓഡിയോയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെ ഫ്ലാറ്റൻ ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് അതിനെ ഫ്ലാറ്റൻ ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് നേരെ ഒരു ട്രാക്കിൽ അതിനെ നമുക്ക് നേരെ വീഡിയോയിൽ നിന്നും ഓഡിയോയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫോമിലാണ് നിങ്ങളിത് കാണാൻ പോകുന്നത്. ബട്ട് നിങ്ങൾക്ക് ഓരോ ലേയേഴ്സ് എങ്ങനെയാണ് ചെയ്യുകയെന്നുള്ളത് കാണിച്ച് തരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ പോയേക്കെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല മിക്സിങ് പരിപാടികളും ചെറിയ രീതിയിലുള്ളത് നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ മിക്സിങ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടേത്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മിക്സിങ് കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഇൻഫോർമേഷൻസ് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാവാം, ചിലപ്പോൾ ഡൗട്ടായിട്ട് കിടക്കുന്ന കാര്യങ്ങളാവാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു ക്ലാരിറ്റി എന്തായാലും വരും. ഡൗട്ടാണെങ്കിൽ ക്ലാരിറ്റി വരും. അറിയാവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് വരും. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എടുത്തേക്കുന്ന ഈ പറയുന്ന സാമ്പിൾ എന്താന്നുള്ളത് നോക്കാം. വേണം അടുത്തോരമ്പലം വേണം, കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചന്ദനം പൂക ചന്ദനം വേണം. ആലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം, കാലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചന്ദനം പൂക ചന്ദനം വേണം. ആലായാൽ കുളിപ്പാനായി കുളിച്ചു ചന്ദനം പൂക ചന്ദനം വേണം. സോ ഇതാണ് നമ്മൾ എടുത്തേക്ക സാമ്പിൾ. നമ്മൾ അവസാനം പോർഷൻ വന്ന സമയത്ത് നമ്മൾ ചെറിയതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കുറച്ച് പരിപാടികൾ നമ്മൾ ലാസ്റ്റ് പോർഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പറയുന്ന റിവർബ് നമ്മളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്ത് നമ്മൾ എടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മോണിറ്ററിന് താഴെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ക്രീപ്പി പിയാനോ എന്ന് പറയുന്ന ഒരു പിയാനോ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കോഡ്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവാനുള്ള രീതിയിൽ ഉള്ള സംഭവമാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ കോഡ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആ കോഴ്സ് വരച്ചു. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അതിനോട്ട് കുറച്ചുകൂടെ ഒരു എനർജി നമുക്ക് കൊണ്ടുവരണം. കുറച്ചുകൂടെ ഒന്ന് ഒരു പവർ കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് സെയിം കോഴ്സ് തന്നെ നമ്മൾ എടുത്തിട്ട് നമ്മൾ സിന്ത് മാസ്റ്റർ പ്ലെയർ എന്ന് പറയുന്ന ഒരു VST യൂസ് ചെയ്ത് നമ്മൾ
എന്താ സെയിം കോഡ്സ് വലിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ വരച്ച കോഡ്സ് അത് തന്നെയാണ്, സെയിം സാധനങ്ങൾ നമ്മൾ വരച്ചിട്ടതാണ്. അപ്പോൾ സൗണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ നമുക്കൊരു ബേസും കൂടെ വേണം, ഒരു കുറച്ചുകൂടി ഒരു എനർജി നമുക്ക് ഇങ്ങനെ നിൽക്കണം, ഒരു 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 സാധനം നിൽക്കണമല്ലോ, ഒരു എന്താ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന കണക്ക് ഒരു എനർജി നമുക്ക് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിന്ത് മാസ്റ്റർ പ്ലെയർ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വേറൊരു കോഡ്സ് നമ്മൾ അതിനകത്ത് നമ്മൾ ഡ്രോ ചെയ്തേക്കുവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത ബേസ് സൗണ്ടും അതാണ്, കുറച്ചും കൂടെ ഒരു എൻഗേജിങ് ആക്കി ഒന്ന് എനർജി കുറച്ചും കൂടെ പാസ് ചെയ്താണ് നമ്മൾ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന മെലഡീസ് നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്, ആ പറയുന്ന ലെയേഴ്സ് ഇതാണ്. ഇനിയിപ്പോൾ ഈ ലെയേഴ്സ് മാത്രമായിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടു നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്. സോ അതാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ലെയേഴ്സ്. ലെയർ അങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ഹൈ ഹാറ്റിലോട്ട് പോകാം. ഹൈ ഹാറ്റ് 95 BPM വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് പോയേക്കുന്നത്. ഹൈ സ്പീഡിലുള്ളതിൽ ഹൈ സ്പീഡിലാണ് പോയേക്കുന്നത്. അപ്പോൾ സിമ്പിൾ പാറ്റേൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ കാണുന്നത് ആക്ച്വലി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മിഡിനെ ഞാൻ നേരെ ഓഡിയോയിലേക്ക് കൺവേർട്ട് ആക്കിയതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ മൂവിങ് ആണ്, നമുക്ക് ലെഫ്റ്റ് പാന് റൈറ്റ് പാന് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് പാന് റൈറ്റ് പാന് നമ്മൾ ഈ പറയുന്നത് തന്നെ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ആണ് വീണ്ടും വീണ്ടും അവിടെ കയറി പോകുന്നത്. ഇടയ്ക്ക് കുറച്ച് സ്വിച്ചസും കാര്യങ്ങളും വരുമ്പോൾ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. അതൊന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മൂവിങ് ആണ്, നമുക്ക് നേരെ സ്നെയറിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്നെയർ കൊടുത്തു. സ്നെയറിന് കുറച്ചും കൂടെ ഒരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാപ്പും കൂടെ നമ്മൾ ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാപ്പ് സെയിം സാധനം തന്നെയാണ് കൊടുക്കുന്നത്, ബട്ട് അത് എങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പെർക്കഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആ പറയുന്ന ആലായൽ തറ വേണമെന്ന് പറഞ്ഞ ആ ഒരു നമ്മൾ ഓഡിയോ കട്ട് ചെയ്യുന്നതിനകത്ത് തന്നെ ആ ഒരു ഇതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഒരു ഒരു പെർക്കഷന്റെ ഒരു സൗണ്ട് അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അത് നേരെ ഇതിനകത്തോട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. സോ അതാണ് നമ്മൾ ചോപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഒരു പെർക്കഷൻ ലൂപ്പിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ആ ഇതിൽ നിന്നുള്ള ഒരു ഒറിജിനൽ പെർക്കഷൻ ലൂപ്പ് നമ്മൾ ഓൾറെഡി നമ്മൾ ചോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് അതല്ലാതെ എനിക്ക് കുറച്ചുകൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പെർക്കഷൻ ലൂപ്പ് വേറെ ബാക്കിൽ എടുത്ത് നമ്മൾ എടുത്തിട്ടത്. അത് ആക്ച്വലി വേറൊരു ബാക്കിൽ ഞാൻ എടുത്തിട്ടാണ് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അതൊരു പെർക്കഷൻ ലൂപ്പ് തന്നെയാണ് മുമ്പ് പറഞ്ഞത്. അപ്പൊ മൂവിങ് ആണ്, നമുക്ക് നേരെ കിക്കിലോട്ട് പോകാം.
അപ്പോൾ നമ്മൾ കിക്ക് കൊടുത്തു, കിക്കിന്റെ ബാക്കിൽ ലൂപ്പ് നമുക്ക് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതാണ് ഒരു കറക്റ്റ് ഒരു ലൂപ്പ്. സോ മൂവിങ് ആണ്, നമുക്ക് നേരെ 808 പോകാം. സോ 808 അതുപോലെ തന്നെ 808 ഈ പറയുന്ന അത്രയും തന്നെയാണ് അതിന്റെ ലൂപ്പ് വരുന്നത്. പിന്നെ റിപ്പീറ്റ് ആണ് അത് കയറി വരുന്നത്. ഇനിയുള്ളത് നമുക്ക് കുറച്ച് എഫക്ട്സുകളാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീറ്റ് നമ്മുടെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചെറിയ ബേസിക് ആയിട്ടുള്ള മിക്സിംഗിലേക്ക് പോകാം. കുളം വേണം, കുളം വേണം, അടുത്തൊരമ്പലം വേണം, കാലിനു ചേർന്നൊരു കുളവും വേണം. ആനായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, കാലിനു ചേർന്നൊരു കുളവും വേണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആലായിൽ തറ വേണമെന്ന് പറയുന്ന ഓഡിയോ ഫയൽ നമ്മൾ വീണ്ടും അതിനെ ഒന്ന് നമ്മൾ കംപ്രസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറച്ച് പ്രോസസ്സുകൾ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ ചെയ്തതായതുകൊണ്ട് ഇപ്പോൾ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനകത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് തോന്നലുണ്ടായി. അപ്പോൾ അത് കാരണം നമ്മൾ വീണ്ടും കംപ്രസ് ചെയ്തു. അപ്പോൾ കംപ്രസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ഇതിന് ഓഡിയോ ഫയൽ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ അനാവശ്യപരമായ ഫ്രീക്വൻസി കുറച്ചധികം സൗണ്ടുകൾ നമ്മൾ കുറച്ച് എടുത്ത് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ അത് കയറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അവിടെ കട്ട് ചെയ്ത് ഒരു ലെവലാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ കംപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കംപ്രഷൻ എടുത്തിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊന്ന് കംപ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു സൗണ്ട് നമുക്ക് ഒന്ന് കുറഞ്ഞു പോകും. അപ്പോൾ സൗണ്ട് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള സൗണ്ട്സ് അതുമായിട്ടുള്ള രീതിയിൽ നമുക്ക് ലെവൽ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബേസിന് നൈസായിട്ട് ഒരു ഈക്യു കൊടുക്കാം. അപ്പൊ നമ്മൾ ആലായിൽ തറ വേണമെന്നുള്ള ആ വോക്കലിന്റെയും നമ്മൾ ആ ലേയേഴ്സിന്റെയും ലെവൽസ് നമ്മളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി പറയുന്ന ഈ ഡ്രംസിന്റെ ലെവൽസ് കൂടെ നമുക്ക് ഇതിന്റെ അനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ പെർക്കഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഓഡിയോ നമുക്ക് അതൊന്ന് നൈസായിട്ട് ഒന്ന് അതിന്റെ ഒന്ന് സൗണ്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ലെവൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം, കുറച്ചും കൂടെ അതൊന്ന് വിസിബിൾ ആയിരിക്കണം സാധനം. അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കാം. നമ്മളതിന് നൈസായിട്ടൊരു ഈക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 808 കിക്കും ബാക്കി ഡ്രംസോടെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം.
അപ്പോൾ നമുക്ക് 820 കിക്കുമായിട്ടൊന്ന് സൈഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ സോങ്ങിൽ ഉണ്ടായിരുന്ന പെർക്കഷൻ നമുക്കൊന്ന് പാൻ ചെയ്ത് കൊടുക്കാം. പെർക്കഷൻ ലൂപ്പിന് നമുക്കൊരു പാനിങ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേസിക്കായുള്ള കുറച്ച് മിക്സ് ഇത്രയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. കാരണം ഓൾറെഡി ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് പൊടി ഒന്ന് തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്സിനെ പറ്റി നമ്മൾ വളരെ ബേസിക്കായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ലെവൽസ് സെറ്റ് ചെയ്തെടുക്കണം, പിന്നെ EQ ചെയ്യുക, കംപ്രസ് ചെയ്യുക. ഇതാണ് ഈ പറയുന്ന 3 മെയിനായിട്ടുള്ള പരിപാടികൾ. പിന്നെ ബാക്കി വരുന്ന എല്ലാ എഫക്ട്സും ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ആദ്യത്തെ 3 നമ്മളിപ്പോൾ നമുക്കൊരു സാധനം ഏതാണ് വോക്കലാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ വോക്കലിനെ നമ്മൾ അതുപോലെ നിർത്തിയിട്ട് ബാക്കിയുള്ള പരിപാടികൾ അനുസരിച്ച് നമ്മൾ താഴെയായിട്ട് നമ്മൾ ലെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ EQ ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് വേണ്ടത് എന്താണോ അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. കംപ്രസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ അനാവശ്യമായ ഏതെങ്കിലും ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിനെ കളയുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം കൂടെ. അപ്പോൾ ഇതാണ് ഇത്തരം കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മിക്സിംഗ് പരിപാടി ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഈ ഫുൾ ട്രാക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കോൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.